മുഗൾ വംശത്തിലും ആഗ്രയിലും കലാകാരന്മാർക്ക് കുറവൊന്നുമില്ല. നമുക്ക് സന്തോഷമെന്തെന്നാൽ കലാകാരന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി ആയിരിക്കുന്നു എന്നതാണ്. നമ്മുടെ ബീഗം ജോധ. വളരെ നല്ലൊരു കലാകാരിയാണ്, നല്ലൊരു ഗായിക, മധുരമായി പാടും. നാം ആഗ്രഹിക്കുന്നത് ഈ ആഗ്രഹം മുഴുവനും നമ്മുടെ പുതിയ ബീഗത്തിന്റെ ഗാനം ആസ്വദിക്കണമെന്നാണ്. അവിടുത്തെ മനോഹരമായ ശബ്ദത്തിൽ ഗാനം ആലപിച്ചാലും വളരെ നല്ലൊരു ബീഗത്തെയാണ് അങ്ങ് കണ്ടെത്തിയിരിക്കുന്നത്. ആരെയാണോ പരിഹസിക്കണമെന്ന് ആഗ്രഹിച്ചത്, അവൾ നമ്മൾ മുഗളന്മാരെ തന്നെയാണ് പരിഹസിച്ചത്. പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അഥവാ ഇവളുടെ അഹങ്കാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ മുഗൾ വംശത്തിന്റെ അഭിമാനം ഓരോ ദിവസവും ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. മതി. ഈ ആഘോഷം ഇവിടെ അവസാനിക്കുകയാണ്. ഇവൾ ജോധാ ബീഗമല്ല, അഹങ്കാരിയായ ബീഗമാണ്. ജലാലിനെ എതിർക്കാനാണെങ്കിൽ പിന്നെ ഇവൾ എന്തിനാണ് നിക്കാഹ് കഴിച്ചത്? പക്ഷെ റുക്കിയ ഇതൊന്നും ഇവിടെ അനുവദിക്കുന്നതല്ല. ഈ അഹങ്കാരിയായ ബീഗത്തെ നാം പാഠം പഠിപ്പിച്ച് അടങ്ങും. അക്കാര്യത്തിൽ നാമും അവിടത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തിന്?
അവിടെ നിന്ന് എന്തിനാണ് ഈ പുതിയ കളിപ്പാട്ടം ഉപയോഗിച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്നത്? ബീഗം റുഖ്യ, ജലാലിനെ സംബന്ധിച്ച് ജ്യോത ഇപ്പോൾ ഒരു മുള്ളായി മാറിയിരിക്കുന്നു. അതവിടുത്തെ ഹൃദയത്തിൽ തറച്ചിരിക്കുന്നു, നമ്മുടെ കണ്ണുകളിലും. നമ്മുടെ മനസ്സിൽ ചിലതൊക്കെ തോന്നി. അവിടത്തേക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ അല്ലേ? ബീഗം ജ്യോത വന്നതിന് ശേഷം ഷെഹൻഷാ അവിടെ നിന്നെ ശ്രദ്ധിക്കുന്നതിൽ കുറവ് വരുമെന്ന് നാം പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. കല്ലുകൾ വിചാരിച്ചാലും ഒരു രത്നത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. പുതിയ ബീഗത്തിന്റെ സ്ഥാനം എന്താണെന്നും അവളുടെ അധികാരം എന്താണെന്നും നാം അവൾക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. പാവം ജ്യോത. ആർക്കറിയാം ഈ അന്തപുരത്തിൽ നിൽക്കുമോ ഇല്ലയോ എന്ന് തന്നെ. അതെന്താ ഉമ്മ അങ്ങനെ? കാരണം ആദം, ഇപ്പോൾ ജ്യോതയുടെ അവസ്ഥ അങ്ങനെയാണ്. അവളുടെ രണ്ടു ഭാഗത്തും ശത്രുക്കൾ മാത്രമാണുള്ളത്. ആദം, നീ കണ്ടോളൂ ഇത് എത്രമാത്രം രസകരമായി തീരാൻ പോവുകയാണെന്ന്. എന്തെന്നാൽ ഇവിടെ റുഖയ ബീഗം ജ്യോതയെ പാഠം പഠിപ്പിക്കാനായി തയ്യാറെടുക്കുന്നു. എന്നാൽ അവിടെ ജലാലിന്റെ മനസ്സിലെ വാശിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരിൽ ആരിൽ നിന്നാണ് ജ്യോത പാഠം പഠിക്കുക എന്നറിയാൻ നാം രണ്ടുപേരും ഇപ്പോൾ കാത്തിരുന്നാൽ മാത്രം മതി. ആദം, ജ്യോതയുടെ അഹങ്കാരം എപ്പോൾ അവസാനിക്കുന്നു എന്ന്. ബേഗം ജ്യോത വരില്ല. അവർ വരാൻ വിസമ്മതിച്ചിരിക്കുകയാണ്. വളരെ നല്ലൊരു ബീഗത്തെയാണ് അങ്ങ് കണ്ടെത്തിയിരിക്കുന്നത്. ആരെയാണോ പരിഹസിക്കണമെന്ന് ആഗ്രഹിച്ചത്, അവൾ നമ്മൾ മുഗളന്മാരെ തന്നെയാണ് പരിഹസിച്ചത്. അഥവാ ഇവളുടെ അഹങ്കാരം അവസാനിപ്പിച്ചില്ലെങ്കിൽ മുഗൾ വംശത്തിന്റെ അഭിമാനം ഓരോ ദിവസവും ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കും. പകരം വീട്ടാനുള്ള സമയം വന്നിരിക്കുന്നു. ആരാണ്? ആരാണവിടെ? പകരം വീട്ടാനായി വന്നതാണ്. ഇപ്പോൾ അതിനുള്ള സമയമാണ്. നിന്റെ അഹങ്കാരത്തിനുള്ള, നമ്മുടെ അപമാനത്തിനുള്ള. നീ നമ്മെ അഹങ്കരിച്ചു അല്ലേ? നമ്മെ നമ്മെ കണ്ട് നിനക്ക് നാണം തോന്നുന്നുണ്ടോ? മറ്റാരെങ്കിലുമാണോ കാത്തിരുന്നത്? എന്തുപറ്റി? ഷെഹൻഷായെ കാത്തിരിക്കുമായിരുന്നോ? എന്നിട്ട് വന്നത് നാമും. അതിനാലാണോ നിനക്ക് ദേഷ്യം വന്നത്? പക്ഷെ ഒരു കാര്യം നന്നായി മനസ്സിലാക്കിക്കോ. അവസരം കിട്ടിയാൽ ജലാലിനെ സൽക്കരിച്ചോളൂ. പക്ഷെ നീ ഒരിക്കലും കാത്തിരിക്കരുത്. കാരണം ആഗ്രയിലേക്ക് തിരിച്ചെത്തിയാൽ ആദ്യത്തെ ദിവസം ജലാൽ നമ്മോടൊപ്പമായിരിക്കും ചിലവഴിക്കുക. പിന്നെ അതുപോലെ തന്നെ നിന്നിലങ്ങനെ എന്താണുള്ളത്? ജലാൽ നിന്നെ തേടി വരാൻ മാത്രം. നിന്റെ മുഖത്തേക്ക് നോക്കിയാൽ കുറവുകൾ മാത്രമേ ഉള്ളൂ. പടച്ചവന് തന്നെ അറിയാം നീ എങ്ങനെ നമ്മുടെ ജലാലിന്റെ ബീഗമായെന്ന്. പിന്നെ ഞാനതങ്ങ് മറന്നുപോയി.
നീ ജലാലിന്റെ താൽക്കാലിക ആഗ്രഹം മാത്രമാണ്. പിന്നെ പിന്നെ കുറച്ചുനാൾ കഴിയുമ്പോൾ നീയും വെറുമൊരു നിഴലായി മാറുന്നതാണ്. മറക്കണ്ട, ഈ കൊട്ടാരത്തിലെ ചുവരുകളെ പോലെ. നിനക്ക് അതിശയം തോന്നുന്നുണ്ടോ? ചോദിച്ച നിബന്ധനകൾ അംഗീകരിച്ച് സ്വന്തമാക്കി, എന്നിട്ട് മറന്നു കളഞ്ഞു. ഈ സാധനങ്ങളൊക്കെ കാണുന്നില്ലേ? ഒരു സമയമുണ്ടായിരുന്നു ഇതെല്ലാം ജലാലിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. അത്രയ്ക്കും പ്രിയപ്പെട്ടത്, നമുക്ക് പോലും ഇവയോടെല്ലാം അസൂയ തോന്നുന്ന വിധം. ഇപ്പോൾ രസം എന്തെന്നാൽ അദ്ദേഹം ഇതൊന്നും തിരിഞ്ഞു പോലും നോക്കാറില്ല. അതാണ് ഷെഹൻഷാമാരുടെ ശീലവും. എന്താണോ ബുദ്ധിമുട്ട് അത് സ്വന്തമാക്കാൻ വളരെയധികം പരിശ്രമിക്കുന്നു. എന്നാൽ ആ വസ്തു സ്വന്തമായി കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായും മറന്നു കളയുന്നു. അങ്ങനെ ഒത്തിരി റാണിമാർ വന്നിട്ടുണ്ട് ഈ കൊട്ടാരത്തിൽ. നിനക്കറിയാമോ, എല്ലാവർക്കും ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ജലാലിനെ നേടാനുള്ള ആഗ്രഹം. എത്ര റാണിമാരുണ്ടെന്ന് അറിയാമോ? ജലാലിന്റെ ഒരു നോട്ടം പോലും വീഴാത്ത എത്ര പേർ. ഇവിടുത്തെ രീതിയാണത്. ഒരു ബീഗം പുതിയ മണവാട്ടിയായിരിക്കുന്നത് മറ്റൊരു ബീഗം വരുന്നത് വരെയുള്ളൂ. പുതിയൊരു ബീഗം വന്നാൽ പിന്നെ അവൾ ഈ കൊട്ടാരത്തിലെ തൂണുകൾ പോലെയാകും. പക്ഷെ എന്നിൽ നിന്ന് ജലാലിന്റെ കണ്ണുകൾ ഒരിക്കലും വഴുതിയിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഇവിടെയുള്ള എല്ലാ ബീഗവും ജലാലിന് കളിപ്പാട്ടത്തിന് തുല്യമാണ്. ഞാൻ മാത്രമാണ് ജലാലിനൊപ്പം ഇരുന്ന് കളിക്കുന്നവൾ. ഈ ലോകം ജലാലിന്റെ വിരൽത്തുമ്പിലാണ് ചലിക്കുന്നതെങ്കിൽ ജലാൽ എന്റെ നിയന്ത്രണത്തിലാണ്. നാം വിചാരിച്ചാൽ എന്തും ചെയ്യാൻ കഴിയും. ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ നിന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്ത് വലിച്ചെറിയാൻ കഴിയും. നീ എന്റെ മുന്നിൽ തല ഉയർത്താൻ ശ്രമിച്ചാൽ ഓർത്തു വെച്ചോ, ജലാൽ ഒരിക്കലും നിന്റെ നേരെ തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഇത് ഞാൻ നിന്നോട് ചെയ്യുന്ന എന്റെ പ്രതിജ്ഞയാണ്. അത്രയ്ക്ക് വിശ്വാസമുണ്ടോ നിനക്ക്? നീ പറഞ്ഞാൽ നിന്റെ ചക്രവർത്തി എന്നെ നോക്കുക പോലും ചെയ്യില്ല എന്ന്? ഹാ, നീ എന്റെ മുന്നിൽ തല കുനിച്ചില്ലെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. എങ്കിൽ ശരി, ഞാൻ നിനക്ക് മുന്നിൽ തല കുനിക്കാം. പക്ഷേ പകരം നീ നിന്റെ വാക്കു പാലിച്ചിരിക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, നിന്റെ ചക്രവർത്തി ഒരിക്കലും എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യരുത്. അവന്റെ ബുദ്ധിയെ പോലും നീയല്ലേ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇതും കൂടി ശ്രദ്ധിക്കണം, അവന്റെ ചിന്തയിൽ പോലും ഒരിക്കലും ഞാൻ വരാൻ പാടില്ല. എല്ലാവരും പുതിയ ബീഗത്തെ കുറിച്ച് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കരുതിയത് അവൾ ചക്രവർത്തിയെ മയക്കിയെടുത്തു. അവൾ ഷെഹൻഷായെ നിയന്ത്രിക്കുമെന്ന്. പക്ഷെ നമ്മൾ വിചാരിച്ചതൊന്ന്, നടന്നത് വേറൊന്ന്. അവൾ ചക്രവർത്തിയെ വെറുക്കുകയാണ് ചെയ്യുന്നത്. അവൾ ചക്രവർത്തിയുടെ ബീഗമാകാൻ പോലും ആഗ്രഹിക്കുന്നില്ല. അവൾ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഷെഹൻഷാ അവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കരുതെന്ന്. നിന്റെ ചിരി നീ സ്വയം നിയന്ത്രിക്കോ റുഖിയ ബീഗം? ആളുകൾ എത്ര ചിരിക്കുന്നു അത്ര തന്നെ കരയേണ്ടി വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും പേടിയാണോ ആ പുതിയ ബീഗത്തെ? അവളുടെ ആ നിഷ്കളങ്കമായ കണ്ണുകളെ, ആ പതിഞ്ഞ സ്വരത്തെ എന്ത് പേടിക്കാനാ? നീ അവളുടെ നിഷ്കളങ്കമായ കണ്ണുകൾ മാത്രമേ കണ്ടുള്ളൂ. അവളുടെ നോട്ടത്തിലെ എരിയുന്ന കനൽ നീ കണ്ടില്ല. നാം അവളുടെ പതിഞ്ഞ സ്വരത്തെ അല്ല പേടിക്കുന്നത്. പക്ഷെ ഞാൻ പേടിക്കുന്നത് ചക്രവർത്തിയോട് ഇല്ല എന്ന് പറയാൻ കഴിയുന്ന അവളുടെ വാക്കുകളെയാണ് എനിക്ക് പേടി. എനിക്ക് പേടിയുണ്ട്. ആ സ്ത്രീക്ക് ഒന്നും നേടണമെന്നില്ല.
പിന്നെ നമ്മൾ എന്തിനവളെ ഭയക്കണം? എനിക്കിന്ന് പെട്ടെന്ന് എന്റെ പിതാവിനെ ഓർമ്മ വന്നു. അദ്ദേഹം ബാല്യത്തിൽ എന്നെ പഠിപ്പിച്ചത് ഈ ലോകത്തിൽ എപ്പോഴും രണ്ടാളുകളിൽ നിന്നും അകലം പാലിക്കണം. ഒന്ന്, ഒന്നും നഷ്ടപ്പെടാൻ ഭയമില്ലാത്തവർ. രണ്ടാമത്, ഒന്നും നേടാൻ ആഗ്രഹിക്കാത്തവർ. അങ്ങനെയുള്ളവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും. അവൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചെയ്യാൻ സാധിക്കുന്നത് അവൾ ചെയ്തു കഴിഞ്ഞു. നീ നിന്നെ തന്നെ ഒന്ന് നോക്കൂ. കുറച്ചു നേരം മുൻപ് വരെ നീ ആ ജ്യോതിയോട് പ്രതികാരം ചെയ്യാനുള്ള ദാഹത്തിലായിരുന്നു. പക്ഷെ അവളെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മുതൽ നിനക്ക് നിന്റെ ചിരിയെ നിയന്ത്രിക്കാനേ കഴിയുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ റുഖിയ ബീഗം. ഈ സ്ത്രീ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തവളാണ്. അതുകൊണ്ട് തന്നെയാ ഈ മഹാമംഗ അവളെ ഭയക്കുന്നത്. എവിടെയായിരുന്നു നീ? നിനക്ക് നന്നായി അറിയാമല്ലോ, നാം എപ്പോൾ ആഗ്രയിൽ വന്നാലും നിന്നെയാണ് നമുക്ക് ആദ്യം കാണേണ്ടതെന്ന്. കൊട്ടാരത്തിൽ പുതിയ ബീഗം വന്നിരിക്കുകയല്ലേ? എന്നിട്ടും അങ്ങനെ കാത്തിരിക്കുകയായിരുന്നോ? ഇതാദ്യമായിട്ടൊന്നുമല്ലല്ലോ നമ്മുടെ ഈ കൊട്ടാരത്തിൽ പുതിയ ബീഗം എത്തുന്നത്. നാം എന്തിനാ അവളുടെ പക്കലേക്ക് പോകണം? നീ കണ്ടതല്ലേ അവൾ എത്ര ധിക്കാരത്തോടെയാണ് നമ്മോട് സംസാരിച്ചതെന്ന്. അവൾക്ക് ശിക്ഷയാണ് നൽകേണ്ടത്.